അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒരു പക്ഷേ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ഈ ഹെസിക്കാസം എന്ന് പറഞ്ഞൊരു പ്രെയർ. ആ പേര് കേട്ടിട്ട് ഞെട്ടണ്ട. യേശുനാമ ജപം, ഈശോയുടെ നാമം, ജീസസ് പ്രെയർ എന്നാണ് അതിൻ്റെ ഒരു കാര്യം. ഈസ്റ്റേൺ ട്രഡീഷണൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വളരെ അഭിഷേകം നിറഞ്ഞ, വളരെ ശക്തി നിറഞ്ഞൊരു പ്രാർത്ഥന രീതിയാണ്. നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. അത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ ഇങ്ങനെ അതിനവർ ഉപയോഗിക്കുന്ന ഒരു പ്രെയർ ബീഡൊക്കെ എനിക്ക് കുറച്ച് നാൾ മുമ്പ് സമ്മാനമായിട്ടൊക്കെ തന്നിരുന്നു. ഒരു 100 തവണ ഈ ജീസസ് പ്രെയർ ചെല്ലാനൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു അച്ഛൻ, ഒരു കൂട്ടുകാരൻ അച്ഛൻ സമ്മാനമായിട്ട് തന്ന ആ പ്രാർത്ഥനയുടെ ബേസിക് കിടക്കുന്ന ഇങ്ങനെയാണ്: ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കിതിൻ്റെ ശക്തി അറിയാം അല്ലേ? ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നമ്മൾ പറയാണ്ട് തന്നെ നമുക്കറിയാം. വചനമൊക്കെ വായിക്കുമ്പോൾ എല്ലാ അത്ഭുതങ്ങളും ഈശോയുടെ നാമത്തിൽ സംഭവിക്കുക നമ്മൾ കാണുന്നുണ്ട്. പത്രോസിലെയൊക്കെ ഈ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ കാണുന്നില്ല, അപ്പോസ്തല പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ മേലാത്ത ഒരു പയ്യനോട് പറയുന്നുണ്ട്, ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുകയാണ്, യേശുവിൻ്റെ നാമമാണ് നിന്നെ സൗഖ്യപ്പെടുത്തിയെന്നൊക്കെ ഒരു സാക്ഷ്യം പോലെയൊക്കെ പറയുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം ഈശോയുടെ നാമം പറയുമ്പോൾ ഉള്ളൊരു ശക്തി നമ്മിലേക്ക് നിറയുന്നത്. 118 സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. അതിനകത്തെ ഒരു 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ: ഈ അവിടുത്തെ നാമത്തിൽ ഞാൻ ശത്രുക്കളെ വിച്ഛേദിച്ചു, അവിടുത്തെ നാമത്തിൽ ഞാൻ മുന്നോട്ട് വിജയിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വലിയ ശക്തിയായിട്ട് ഈ ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൃപയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഹെസിക്കാസം പ്രയറിൻ്റെ ബേസിക് ഇങ്ങനെയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങനെ ചെല്ലും: ജീസസ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. മലയാളത്തിൽ: ഈശോയെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ജീസസ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ഈശോയെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. അപ്പോൾ ഈ ഹെസിക്കാസം പ്രെയർ അവർ ചെല്ലുന്നത് ഇങ്ങനെ ഒച്ചത്തിൽ ചെല്ലുക എന്നുള്ളത് മാത്രമല്ല, ഇല്ലെങ്കിൽ ചുണ്ടുകൾ അനക്കി അവർക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ ചെല്ലുക എന്ന് മാത്രമല്ല, അവരത് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച ഒരു പ്രത്യേക രീതിയുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇൻ ആൻഡ് ഔട്ട് ഈശോയെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈശോയെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു പ്രത്യേക രീതി ഇതാണ്: ജീസസ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ഈശോയെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര എന്ന് പറയുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പം അങ്ങനെ ഒരു ബ്രീത്തിങ് പ്രെയറും കൂടിയാണത്. അതായത് എൻ്റെ ശ്വാസോച്ഛ്വാസത്തിലും ഈശോയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. നമുക്കിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു വലിയ മുറി വേണ്ട, ഒരു വലിയ പ്രാർത്ഥന ഹാള് വേണ്ട. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ, നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ, നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന അഭിഷേകത്തിൻ്റെ, ഈശോയുടെ ശക്തി നിറയുന്ന വലിയൊരു പ്രാർത്ഥനയാണത്. ഈശോയുടെ നാമം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ കൊണ്ട് നമ്മൾ എപ്പെടും. നമുക്കറിയാം ഈശോയുടെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോസ്തല പ്രവർത്തനം 4:30-31 വചനങ്ങളിൽ അപ്പോസ്തലന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി മാനസാന്തരങ്ങളും സംഭവിക്കാൻ അങ്ങയുടെ വലത് കൈ നീട്ടണം, ഈശോയുടെ നാമത്തിൽ ഇത് ചെയ്യണമെന്നാണ്. അവരങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ അവർ നിന്ന സ്ഥലം കുലുങ്ങി. അവരുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഏറ്റവും വലിയ അനുഗ്രഹം ഈശോയുടെ നാമം ഇങ്ങനെ ഈ ഹെസിക്കാസം പ്രെയർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം നിറയാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നിറയും. ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ഓരോ ശ്വാസത്തിലും കാറ്റ് പരിശുദ്ധാത്മാവാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് 37-ാമത്തെ അധ്യായത്തിൽ: ജീവശ്വാസമായി ലോകത്തിൻ്റെ 4 അതിരുകളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ ആഞ്ഞടിക്കണമേ എന്ന് ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവശ്വാസമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നാളത്തേക്ക് വെക്കേണ്ട, അടുത്ത ദിവസത്തേക്ക് വെക്കേണ്ട, ഇപ്പം ചൊല്ലിക്കൊള്ളുക: ജീസസ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ. ഈശോയെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, പാപിയായ എന്നിൽ കനിയണമേ. ഈ പ്രാർത്ഥനയുടെ എല്ലാ അനുഗ്രഹവും, ഈശോ നാമത്തിൻ്റെ എല്ലാ ശക്തിയും അഭിഷേകം നിങ്ങളോട്ട് നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.